ചേട്ടാ ആ വിനായകല്ലേ? അതെ. ഈ ഷോർട്ട് ഫിലിമും VFX ഒക്കെ ചെയ്യണേ. ചേട്ടൻ ഷോർട്ട് ഫിലിം ഒക്കെ കാണാറുണ്ട്? അല്ല, എങ്ങനെയാണ് മനസ്സിലായി? അല്ല, ചേട്ടൻ്റെ ഒപ്പം പഠിച്ച ശ്രുതിയില്ലേ, പറവൂര് +2 പഠിച്ച അവള് പറയാറുണ്ട്. അവള് എന്റെ കോളേജിലായിരുന്നു. ചേട്ടാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ചേട്ടാ അതെ, ഞാൻ ചേട്ടന് ഇതില് മുമ്പും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇട്ടുണ്ട്. അങ്ങനെ നോക്കാറില്ല. ഞാൻ ഒരു ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞു. എവിടെ? ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു. ഞാനിപ്പോ സിനിമ മോഹമായിട്ട്, അഭിനയ മോഹമായിട്ട് ഇങ്ങനെ നടക്കണേണ്. അപ്പോ ചേട്ടൻ്റെ സിനിമയില് ഒരു വേഷം തന്നാല്? എടാ, ഞാനിപ്പോ ചെയ്യണ സിനിമ തന്നെ കുറെ കാരണത്താൽ മുടങ്ങിക്കുക. ചേട്ടാ എന്നാലും ഒരു ഉറപ്പൊന്നല്ല, നോക്കാം. അതിന് ഇന്ന് തുടങ്ങുന്നില്ല, എനിക്കറിയില്ല. ചേട്ടൻ എന്തായാലും എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു. നമ്പറൊന്നും മേടിച്ചിട്ട് ചാൻസ് ഇല്ല മോനെ. ശരി, നീ നമ്പർ ഇതാണ്, ഒന്ന് മിസ്ഡ് കോൾ അടിച്ചിട്ടേക്ക്. ഞാൻ അടിച്ചേക്കാം, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരി, നീ വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചേട്ടന് വല്ല വിഷമമുണ്ടോ? ഇല്ല. എന്നാലും ചേട്ടൻ്റെ മുഖം കണ്ടിട്ട് എന്തോ ഡള്ളായിട്ട് ഇരിക്കണല്ലോ. അങ്ങനെയൊന്നും ഇല്ലടാ. ചേട്ടൻ കാര്യം പറ, നമുക്ക് പരിഹരിക്കാം. ശരി, നീ വാ. എടാ, നിനക്കറിയോ, നീ പറഞ്ഞില്ലേ നീ എന്റെ 2-3 ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. എടാ, ആ സമയത്തൊക്കെ ഞാൻ അടിപൊളിയായിരുന്നു. എൻ്റെ കയ്യിൽ കാശുണ്ടായി. ഞാൻ അത്യാവശ്യം നല്ലൊരു VFX കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. നിന്നെപ്പോലെ തന്നെ ഈ സിനിമ പ്രാന്ത് വെച്ച് ആ ജോലി കളഞ്ഞു വന്നവനെ. ഇപ്പൊ വീട്ടുകാർക്ക് മരുന്ന് വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ എടുക്കാൻ കാശില്ല. നീ പറഞ്ഞ ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഒരു 100 പേര് കാണും. കാരണം നമ്മുടെ കയ്യിൽ കാശുണ്ട്. നമ്മുടെ കയ്യിൽ കാശില്ലാണ്ട് ഒരുത്തനും കാണില്ല. ഇപ്പൊ തന്നെ ഈ ഷോർട്ട് ഫിലിമിൽ നിന്ന് നടക്കണത് എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ്. അഭിനയിക്കാൻ നിന്നവരൊക്കെ പല വഴിക്ക് പോയി. നിനക്ക് സിനിമ താല്പര്യം ഉണ്ടെങ്കിൽ നീ ട്രൈ ചെയ്തു. പക്ഷെ നീ ഒരു ജോലി വാങ്ങാതെ പഠിച്ചതിനുള്ളത് എന്തേലും നീ കണ്ടുപിടിക്കാതെ. കാരണം സിനിമ അല്ലെങ്കിൽ നിനക്കൊരു ജോലി വേണം ജീവിക്കാൻ. അല്ലെങ്കിൽ എന്റെ പോലെ നടക്കേണ്ടി വരും. വീട്ടുകാരൊക്കെ ഒരു പരിധി വരെ കാശ് തരും. അത് കഴിഞ്ഞാൽ നമ്മുടെ ചക്രശ്വാസം വരും. അതിനും ഭേദം നീ ഒരു ജോലി വാങ്ങും. നീ അതിൽ അത്യാവശ്യം സിക്കലായിട്ട് നീ ഒരു സിനിമ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടത്തിന് നടന്നു. ഫസ്റ്റ് നീ ഒരു ജോലി വാങ്ങും. മനസ്സിലായോ നിനക്ക്? ശരി കേട്ടാ, എന്തായാലും ഞാൻ നിക്കണല്ല, പോണേണ്. ശരി, കാണാം. വിഷമിക്കൊന്നും വേണ്ട, കാര്യം പറഞ്ഞു. അവസരം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ശരി. അല്ല, നിന്റെ വീട് എവിടെ? എന്റെ വീട് കോണേക്കര. എന്റെ വീട് അവിടെ തന്നെ. എന്നാ വാ, ഞാൻ ആക്കി തരാം. വട്ടി കിട്ടും.